പണിക്കാരൊക്കെ 3 മണിയായപ്പോൾ തന്നെ ചവിട്ടി പുറത്താക്കി നമ്മളെ പരിപാടി നടന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഒരു ഫാമിലി ഫംഗ്ഷൻ ഉണ്ട്, ഇന്നല്ല നാളെ. പക്ഷെ നമ്മൾ തലേന്ന് തന്നെ പോകണമല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ കല്യാണ വീട്ടിലെത്തിയ ശേഷമാണ് ഈ ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ബാക്കിൽ ഒരുപാട് വോയിസ് ഉണ്ടാവും. പക്ഷെ എനിക്ക് അത്രയല്ല, അതെനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതേ നമ്മൾ സോനേച്ചിൻ്റെ പരിപാടിക്കാണ് പോകുന്നത്. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ കോറുകളൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് അത്ഭുതമായിരുന്നു. ഇതുപോലെ ചെറിയ ചെറിയ കലിങ്കുകൾ പോലെ, എന്താ പറയുന്നത് എനിക്കല്ല, അതുപോലത്തുള്ള കാഴ്ചകളും നമുക്ക് വളരെ എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല എക്സ്പീരിയൻസ് എന്ന് പറയണം. നമ്മൾ വീട്ടിലെത്തിയ സാധനങ്ങളൊക്കെ കണ്ടതേ അതാട്ടോ സോനേച്ചിൻ്റെ വീട്. കുറച്ച് കയറി പോകണം. നമ്മൾ ഓട്ടോനെ പറഞ്ഞു വിട്ടിട്ട് നേരത്തെ കയറാൻ റെഡി ആയിട്ടോ. ഇത് 18 പടിയൊന്നുമല്ല, 32 പടിയല്ല. അതുകൊണ്ട് അയ്യപ്പനേക്കാൾ കുറച്ച് ഹൈറ്റിലാണ് ഇരിക്കുന്നത്. പിന്നെ 5 മലയുടെ കുറവ് മാത്രമേ ഉള്ളൂ. മോള് കയറിയപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫംഗ്ഷൻ ആയിരുന്നു. എനിക്ക് വളരെ ഇഷ്ടമായിട്ട്. എന്നാലും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി മാരേജ് ആണെന്ന് പ്രത്യേകം പറയണം. പിന്നെ കല്യാണ വീടിന് പേരുദോഷം കേൾപ്പിച്ചുകൊണ്ട് പകലിരുന്ന് കത്തുക, എന്താ അല്ലേ അവസ്ഥ. പിന്നെ കല്യാണ വീടാകുമ്പോൾ അതിന് ഇതുപോലെ ഒന്നും ഞാൻ ഇരിക്കണം. പരിപാടി ഉഷാറായി.